ഹായ് ഓൾ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ മെയ് മാസത്തെ, അതായത് ഈ മാസത്തെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷം വന്ന മന്തിലെ ഇപ്പോൾ ഫസ്റ്റ് വീക്കും ഉണ്ട്, സെക്കൻഡ് വീക്കും ഉണ്ട്. ആ രണ്ടാഴ്ചയിലത്തെ വെരിഫൈഡ് PNL നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡർ ഒന്നല്ല. എന്തെങ്കിലും കൂടിയിട്ട് തന്നെ ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ഞാനും ഇപ്പൊ നിൽക്കണ ഈ സ്റ്റേജിലേക്ക് എത്തിയത്. നാളെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ എന്താന്നുള്ളത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമ്മള് 25K to 10 lakh എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇടുന്ന ആദ്യത്തെ PNL റിവ്യൂൽ ആണ് ഇപ്പൊ ചെയ്യാൻ പോണത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മെയ് 1 മുതൽ ഇപ്പൊ ഇന്ന് 17-ാം തീയതിയാണ് സൺഡേ. അപ്പൊ 15-ാം തീയതി വരെയുള്ള കഴിഞ്ഞ 1-ാം തീയതി നമുക്ക് എന്തായാലും മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഹോളിഡേ ആയിരുന്നു. മെയ് 4 മുതൽ മെയ് 8 വരെ, അതേപോലെ 11 മുതൽ 15 വരെയുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കാൻ പോണത്. പിന്നെ അതോടുകൂടി തന്നെ ഞാൻ എങ്ങനെ കുറെ പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞു തരൂ എന്നൊക്കെയുള്ള രീതിയിൽ. കുറച്ച് ലേണിംഗ് വീഡിയോസ് ഷെയർ ചെയ്തെന്നുള്ള രീതിയിലൊക്കെ എന്നോട് നമ്മുടെ കമന്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് നോർമലി ട്രേഡ് എടുക്കാറ് എന്നുള്ളതൊന്നും കൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ PNL എന്തായാലും കാണാൻ പോവാം. നോർമലി റിപ്പോർട്ടിൽ വെരിഫൈഡ് PNL ആണ് വരുന്നത്. ഇതാണ് PNL ഈ രണ്ടാഴ്ചത്തെ. നമ്മുടെ ക്യാപിറ്റൽ 25K ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ രണ്ടാഴ്ച കൊണ്ട് 24,612 മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ രണ്ടാഴ്ചത്തെ ട്രേഡ് എടുത്തതിന്റെ ബ്രോക്കറേജും അതെല്ലാം കൂടി പോകും. അപ്പോൾ എന്തായാലും ഒരു 21-22K അടുത്ത് നമുക്ക് എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലിപ്പോ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ലോസും ഉണ്ട്, പ്രോഫിറ്റ് ഉള്ള ദിവസങ്ങളുണ്ട്. ഞാൻ പരമാവധി ഇപ്പോൾ ലോസ് കൊടുത്തിരും, കാരണം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ലോസ് ഉണ്ടാകുമ്പോൾ -6500 1600 എന്നുള്ള രീതിയിലേക്കും കുറച്ചിട്ട് പ്രോഫിറ്റിലേക്ക് പോകുമ്പോൾ 8200 അല്ലെങ്കിൽ 3700 8000 4000 9200 4000 2000 അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പരമാവധി റിസ്ക് റിവാർഡിനെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ നമുക്ക് നല്ലപോലെ മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ പറ്റും അടുത്തൊരു സ്റ്റേജിലേക്ക് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ലോസിൽ തന്നെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ, അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 2 വീക്കിന്റെ പ്രോപ്പറായിട്ട് ഓരോ ദിവസം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഇതാണ് നമ്മള് 1-ാം തീയതി പറഞ്ഞു ഫ്രൈഡേ ആണ്, അന്ന് ഹോളിഡേ ആയിരുന്നു മാർക്കറ്റ്. അപ്പൊ അതിനുശേഷം വന്ന മൺഡേ ആയിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ ഒറ്റ പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ പൊസിഷനിൽ എനിക്ക് ഏകദേശം 8000 റുപ്പീസിന്റെ അടുത്ത് പ്രോഫിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന നെക്സ്റ്റ് ഡേ ഞാൻ 3 പൊസിഷൻ എടുത്തു. ട്യൂസ്ഡേ ആണ്, എക്സ്പയറി ആണ്. കാരണം എനിക്ക് ഒട്ടുമിക്ക എക്സ്പയറിയിലൊന്നും ഞാൻ പരമാവധി ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി ആദ്യത്തെ പല മന്ത്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു മന്തൊക്കെയും ഭയങ്കര കുറവാണ്. 3 പൊസിഷൻ എടുത്തിട്ട് അടക്കം എനിക്ക് 4000 5000 ഉള്ളിൽ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ. അതും അവസാന സമയത്ത് ഞാൻ ഒരു ഞാൻ എന്നും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് സ്കാൽപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഫെയിൽ ആയി പോകാറാണ് ചെയ്യാറ് പതിവ്. അപ്പൊ അങ്ങനെയാണ് ഈ ലോസ് വരുന്നത്. അതിപ്പോ 5-ാം തീയതി നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണാം. 12-ാം തീയതി സെക്കൻഡ് ട്യൂസ്ഡേ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. ഞാൻ അന്ന് 2 പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനും കൂടിയിട്ടാണ് ഈ വരുന്ന സെയിം എമൗണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ 6-ാം തീയതി വരുമ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഒറ്റ പൊസിഷനിൽ ഞാൻ ട്രേഡിങ് നിർത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. അതിലും അതെ. പിന്നെ ഇവിടെ തന്നെ 7-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് കാണാം. അതിൽ ഏകദേശം 2 പൊസിഷൻ എടുത്തിട്ട് എനിക്ക് 2K അടുത്ത് ലോസ് വരുന്നുള്ളൂ. ചിലപ്പോൾ ഈ പൊസിഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. പിന്നെ സെക്കൻഡ് ഞാൻ എടുത്തിട്ട് അതിന് ചെറുതായിട്ട് ഒന്നല്ലെങ്കിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പരമാവധി കുറയ്ക്കാൻ നോക്കുക. ഇപ്പൊ അന്ന് തന്നെ ആ വീക്കിൽ തന്നെ ലാസ്റ്റ് ഡേ ഫ്രൈഡേ ഏകദേശം 3 പൊസിഷൻ എടുത്തിട്ട് അടക്കം എനിക്ക് 2600 സംതിങ് രൂപയുടെ അടുത്ത് ലോസ് വന്നുള്ളൂ. പിന്നെ തിങ്കളാഴ്ച നിങ്ങൾക്ക് കാണാം ആ ഒരു രീതിയിൽ തന്നെ ചെറിയൊരു പ്രോഫിറ്റ് നമ്മൾ വന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നിർത്തിപ്പോയി. കാരണം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാരണമാണ്.
ഇനി ഈ ഒരു ട്രേഡിനെ ചിലപ്പോ ഞാൻ റിസ്ക് ആക്കിയിട്ട് വെച്ചിട്ട് ചിലപ്പോ എൻട്രി എടുത്താൽ ചിലപ്പോ അത് ലോസ് ആയി പിന്നെ റിവെഞ്ച് ട്രേഡ് വരും, ഓവർ ട്രേഡ് വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് എവിടെയാണ് കിട്ടിയത് അവിടെ നിർത്തുന്നതായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് ഈ വീക്ക്, അതായത് അവസാനത്തെ 3 ദിവസമാണ് നല്ല പ്രോഫിറ്റ് വന്നത്. ഈ 2 ദിവസത്തെ എനിക്ക് സോറി 13-ാം തീയതിയിലത്തെ എനിക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ അന്ന് ട്രാവൽ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്കത് വ്യാഴാഴ്ചത്തെ 14-ാം തീയതിയിലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ട്രാവൽ ചെയ്യണ കാരണം 3 പൊസിഷൻ, അതായത് ഒരു പൊസിഷൻ തന്നെ 2 വട്ടം എടുത്തിട്ടും പിന്നെ വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ട് മൊത്തം 3 ട്രേഡ് ചെയ്തിട്ടാണ് എനിക്ക് ഏകദേശം ഈ 6000-ന്റെ അടുത്ത് പ്രോഫിറ്റ് വന്നത്. ഈ 6000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിസ്ക് വെക്കണത് നോക്കണം. 2K റിസ്ക് വെച്ചിട്ടാണ് ഈ 6000 വരുന്നത്. അപ്പൊ നമ്മൾ 1:3 എബോ, അല്ലെങ്കിൽ ഇപ്പൊ അതിന് ശേഷം വരുന്ന തേഴ്സ്ഡേ 14-ാം തീയതി 1:4 എബോ, അല്ലെങ്കിൽ 15-ാം തീയതി 1:5 അടുത്തടക്കം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും മാർക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ദിവസത്തെ 15-ാം തീയതിയിലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ 1:4 അടുത്ത് ഞാനൊന്ന് ട്രേഡ് ചെയ്തത്. പക്ഷെ അതിന് ശേഷം 1.5 എബോ നമുക്ക് കൂടുതൽ കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജിന്റെ അവിടെ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോ ബ്രോക്കറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാം. അപ്പോ അതിപ്പോ നേരിട്ട് തിരിച്ചും വരാറുണ്ട്. ഈ ഒരു ദിവസം അതായത് 5-ാം തീയതി എനിക്ക് ഇത്രയും ലോസ്, ഞാൻ മാക്സിമം ലോസ് ഒരു 3500 വെച്ചിരുന്ന ഒരു 1K എബോവ് എനിക്ക് ലോസ് കൂടുതൽ വന്നു. ഇതേപോലെ ദിവസം ബ്രോക്കറുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ഇതായിരുന്നു എന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം ലൈവിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ വെച്ച ലോസിന്റെ എബോവ് അത് പോയി. ചിലപ്പോ ആ ഒരൊറ്റ വന്ന സ്ട്രൈക്കിലായിരിക്കാം. അന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോ എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള രീതിയിൽ. കാരണം വലിയ വലിയ ടാർഗറ്റ് പോണ പോലെ തന്നെ ലോസിലേക്ക് അത്ര വലിയ ആൻഡിൽ തരാനുള്ള വളരെ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു ഇത് ഇപ്പൊ കാണിച്ച 2 വീക്കിലെ പ്രോഫിറ്റ് ഒരിക്കലും നെക്സ്റ്റ് 2 വീക്ക് ഉണ്ടാവണമെന്ന് നമുക്ക് യാതൊരു രീതിയിലുള്ള ഉറപ്പില്ല. മാർക്കറ്റാണ്, മാർക്കറ്റിന്റെ സ്വഭാവം മാറാം, നമ്മുടെ സ്വഭാവം മാറാം, അതേപോലെ തന്നെ ഇമോഷൻസ് മാറാം. എന്തുകൊണ്ടായിരിക്കും ചിലപ്പോ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒറ്റ പോയിന്റ്സിനും 2 പോയിന്റ്സിനും ഒക്കെ എന്റെ SL അടിച്ചിട്ട് തിരിച്ചു പോണത്. അപ്പൊ ചോദിക്കും ഒന്നും കൂടി നീട്ടി വെച്ചൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നവരുണ്ട് സ്റ്റോപ്പ് ലോസ്. പക്ഷെ നമ്മുടെ പ്ലാൻ അതാണല്ലോ, ഒരാൾ അങ്ങനെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ ട്രേഡേഴ്സിനും അവരുടേതായ യൂണിക് ആയിട്ടുള്ള ട്രേഡിങ് ഐഡിയകളുണ്ട്, അല്ലെങ്കിൽ എൻട്രി മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോ നമ്മള് നമ്മുടേതായ രീതിയിൽ പോവാൻ നോക്കുക. നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടിട്ട് ഒരു ഇൻസ്പയർ ആവണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഉപകാരപ്പെട്ടോടെ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ അവർക്ക് എന്തെങ്കിലും ഒന്നുകൂടി ഗുണമാവുന്ന രീതിയിൽ വീഡിയോ ചെയ്യണം എന്നുള്ളതും കൂടി ആയിരുന്നു. ഇനിയിപ്പോ അതുപോലെ തന്നെ ഇപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിങ്ങൾ എന്റെ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിലേക്ക് പോയി നോക്കാം. ഇനി അടുത്തത് എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ഫയേഴ്സിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ ബ്രോക്കർ മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. ഞാൻ ആദ്യം വേറെ ബ്രോക്കേഴ്സ് നോക്കിയിരുന്നതാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് ഒന്നുകൂടി ഇതുവരെ നല്ലൊരു ഇത് അതിന്റെ ഇപ്പൊ ചാർട്ട് വൈസ് ആണെങ്കിലും മൊത്തത്തിലുള്ള ആപ്പിന്റെ ഒരു ഇതാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫയേഴ്സ് ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഫയേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ എൻഡി സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് എന്നുള്ള എൻട്രീസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാറ്. ഇത്രേ ഉള്ളൂ. അതായത് ഇതിപ്പോ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. ഈ ഏരിയ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് അത് സപ്പോർട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് നിൽക്കുന്നതാണ്. ഞാൻ അതേപോലെ തന്നെ 3 മിനിറ്റിലാണ് ചാർട്ടില് ചെയ്യുക. എന്റെ ഏരിയകളിൽ നിന്ന് ഒരു റിവേഴ്സലോ റിജക്ഷനോ കിട്ടുമ്പോഴാണ്. കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റും ചില ദിവസങ്ങളിൽ നമുക്കൊരു വ്യൂ കിട്ടും. മാർക്കറ്റ് പലപ്പോഴും സെയിം വന്ന പാറ്റേൺസ് സെയിം ആയിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഡേ അതായത് വെള്ളിയാഴ്ച നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പൊ അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നമ്മുടെ SL അടിക്കാൻ ജസ്റ്റ് മിസ്സിനാണ് താഴേക്ക് വന്നത്. എന്നിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ നമ്മൾ എക്സിറ്റ് ആയത്. അതുപോലെ തന്നെയാണ് പലപ്പോഴും ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും എൻട്രി കിട്ടാണ്ട് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ എക്സിറ്റ് ആയി. മാർക്കറ്റ് അതിന് ശേഷം നല്ലപോലെ ഷൂട്ട് ചെയ്ത് മുകളിലേക്ക് പോയി. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ പ്രോപ്പറായിട്ട് എൻട്രി എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഇറങ്ങാന്നുള്ള രീതിയിൽ. ഇപ്പൊ ഈ ഒരു ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 SL അടിച്ച ദിവസമുണ്ട്. കാരണം എനിക്ക് ആദ്യത്തെ ട്രേഡ് ഇവിടുന്ന് മിസ്സായി. പക്ഷെ അതിന് ശേഷം വീണ്ടും ഞാൻ അപ്സൈഡ് പോകുന്നുള്ള രീതിയിൽ ഇവിടെ 2 എടുത്തു, അവിടെ SL ആയി. അങ്ങനത്തെ ദിവസങ്ങളുണ്ട്. പക്ഷെ പരമാവധി SL വരുമ്പോ ഇതൊക്കെ അതിനോട് കൂടിയിട്ട് ഞാൻ 2 ഇൻഡിക്കേറ്ററും, അതായത് 200 EMA മൂവിങ് ആവറേജ് പിന്നെ CPR ആണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എന്റെ ഇത് ചെയ്യാറ്. പിന്നെ കുറെ നാള് മാർക്കറ്റിന് മുന്നിൽ ഇരുന്ന ലൈവ് എക്സ്പീരിയൻസും കൂടിയാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോ ഇപ്പോ നിങ്ങൾ രണ്ടാഴ്ചത്തെ പിന്നല് കണ്ടു. ഇനിയിപ്പോ നമ്മൾ കണ്ടിന്യൂ, ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ നോക്കാറുണ്ട്. പലപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ നമുക്ക് ഇമോഷണലി ആ ദിവസം പിന്നീട് വന്നിട്ട് ചാർട്ടിന്റെ മുന്നിൽ ഞാൻ നേരത്തെ ഇരിക്കാൻ പലപ്പോഴും തോന്നാറില്ല. അതുകൊണ്ടാണ് ചില വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വൈകിട്ട് വരാറ്, കാരണം എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോഴേക്കും. അപ്പോ എന്തായാലും അതിന് ശേഷം നമുക്ക് ഇനി നെക്സ്റ്റ്, അതായത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇനി അടുത്ത ഒരു വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിങ്ങിന്റെ അനാലിസിസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ട്രേഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണ അനാലിസിസ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. അപ്പൊ ഞാൻ എന്തായാലും അതിൻ്റെതായ രീതിയിൽ ഡെയിലി എനിക്ക് പറ്റണ പോലെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.